ഇപ്പോൾ കിട്ടുന്ന പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച് CPI. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ കൂടിക്കാഴ്ചയിൽ നിലപാട് ആവർത്തിച്ചു. DGPയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി മതിയെന്ന തീരുമാനമാണ് ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. MV ഗോവിന്ദനും കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നു. BV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. വിഷയത്തിൽ അരുൺ, മുഖ്യമന്ത്രി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, സംരക്ഷണം തുടരുന്നു എന്നതാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവുമുള്ള സാഹചര്യം. നടപടി അനിവാര്യമെന്ന് CPI പറയുമ്പോൾ ആ വിഷയം AKG സെന്ററിൽ എത്തി ആവശ്യപ്പെടുമ്പോഴും അത് റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നു. എന്തായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ സാഹചര്യം? നാളെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേരാനിരിക്കുന്നു. CPIയുടെയും ഒപ്പം തന്നെ CPMന്റെയും യോഗങ്ങൾ ചേരാനിരിക്കുന്നു. എന്താണ് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ? നാളെ നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട 3 യോഗങ്ങളാണ്. അതുതന്നെയാണ് ഇന്ന് രാത്രി ഒരു കൂടിക്കാഴ്ച CPM നേതാക്കൾ തമ്മിൽ ഉണ്ടായത്. നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. ഈ വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരും. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു. CPI ഓരോ ദിവസവും അജിത് കുമാറിനെ മാറ്റാതെ തരമില്ല, മാറ്റാതെ മുന്നോട്ട് പോകാനാകില്ല, നിലപാട് ഘടിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രി ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിനെ കാത്തിരിക്കുകയാണ്. അതിൽ ഒരു നടപടിയും ആര് പറഞ്ഞാലും എടുക്കില്ല നിലപാടാണ് മുഖ്യമന്ത്രിയുടേത്. ഇന്ന് കൂടിക്കാഴ്ചയിൽ വിനയ് വിശ്വം ക്രമസമാധാന ചുമതലയുണ്ട് MR അജിത് കുമാറിനെ മാറ്റുന്നത് ആവശ്യപ്പെട്ട് ഉന്നയിച്ചു. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് വരട്ടെ, അത് ആ മരുന്ന് കുറയ്ക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്നുള്ളത് തന്നെയാണ്. നാളെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിനയ് വിശ്വം പോകുമ്പോൾ സ്വാഭാവികമായും ഈ എന്താണ് തീർച്ചയായും അരുൺ, ഒരു വ്യക്തത കുറവുണ്ട്. സംഭാഷണം വ്യക്തമായി തന്നെ കേൾക്കാൻ പറ്റുന്നില്ല അരുൺ പറയുന്നത്. എന്താണ് സാഹചര്യം എന്ന് PCR ടീം നോക്കുമോ? അപ്പോഴൊക്കെ തിരിച്ചെത്താം. ADGPയെ മാറ്റുന്നതിലെ കാലതാമസം ഒക്കെ CPI പല തവണയായി ചൂണ്ടിക്കാട്ടിയതാണ്. അതിലുള്ള അതൃപ്തി ഉൾപ്പെടെ അറിയിച്ചതാണ്. നടപടി ഉണ്ടാകുമെന്ന കാര്യം ആവർത്തിച്ച് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിർണായക യോഗങ്ങൾ ചേരാൻ പോവുകയാണ്. മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ നടക്കാൻ പോകുന്ന സാഹചര്യവും ഒക്കെയുണ്ട്. സഭാ നടപടികൾ തുടങ്ങാനിരിക്കുന്നു. അപ്പോഴൊന്നും നടപടിയില്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന ആശയക്കുഴപ്പം ഘടകകക്ഷികളിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കൂടിക്കാഴ്ച നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. AKG സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ഉണ്ടായിരുന്നു. CPI നിലപാട് ആവർത്തിച്ചു. പക്ഷേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മുഖ്യമന്ത്രി എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മതി നടപടി എന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. നിർണായക യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ല. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് നേരിടാം എന്ന നിലപാടിൽ മുഖ്യമന്ത്രി നിൽക്കുന്നു എന്നാണോ മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. CPI ഒരു ദിവസവും നിലപാട് ഘടിപ്പിക്കുന്നു, മാറ്റാതെ തരമില്ല, ഉടൻ മാറ്റിയേ മതിയാകൂ എന്ന് ഓരോ ദിവസവും മാധ്യമങ്ങളെ കണ്ട് സംസ്ഥാന സെക്രട്ടറിയും പ്രകാശ് അടക്കമുള്ള നേതാക്കൾ പറയുമ്പോൾ മുഖ്യമന്ത്രി ഒറ്റ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. നടപടിയുടെ കാര്യം സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. ഒരുപക്ഷെ നാളെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ ബിനോയ് വിശ്വത്തിന് തന്റെ മുഖം രക്ഷിക്കണമെങ്കിൽ അവിടെ വരുന്ന വിമർശനങ്ങളുടെ വേഗം, അതിന്റെ ആഘാതം കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നടപടി കൂടിയേ തീരുമായിരുന്നുള്ളൂ. മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറിയും നേരിട്ട് കണ്ടും താൻ ഈ ആവശ്യം ഉന്നയിച്ചു എന്ന് CPI സംസ്ഥാന നിർവാഹക സമിതിയെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ബിനോയ് വിശ്വത്തിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇന്ന് ഈ രാത്രി ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത്. CPI നേതൃത്വം ആ കൂടിക്കാഴ്ച തയ്യാറാവുകയായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഈ നടപടി അധികം വൈകിപ്പോകാൻ സാധ്യതയില്ല. ഇന്ന് രാത്രിയോ നാളെയോ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകാനാണ് സാധ്യത. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രമസമാധാനം എന്തെങ്കിലും ഒരു ഉറപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPIക്ക് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? നമ്മൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവുമായി സംസാരിച്ചിരുന്നു. അപ്പോഴും പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. റിപ്പോർട്ട് വന്ന ശേഷം നടപടി എന്ന മുൻ നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു. അത് അധികം വൈകാതെ ഉണ്ടാകും. കാരണം സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം ആരംഭിച്ചത് ഏതാണ്ട് 1 മാസത്തോളം ആകുന്നു. റിപ്പോർട്ട് ഇനിയും വൈകാൻ ഉള്ള സാധ്യത കുറവാണ്.
രേഖ സൂചിപ്പിച്ച പോലെ നാളെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് കാര്യം വിശദീകരിക്കേണ്ടി വരും. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ കെ രാജൻ ഈ വിഷയം ആവശ്യപ്പെട്ടപ്പോൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അന്വേഷണം നടക്കുകയാണ്. അതിനുശേഷം തീരുമാനമുണ്ടാകും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുമാണ്. ആ മന്ത്രിസഭാ നാളെ ചേരാതിരിക്കുന്നത് ചേരേണ്ടതായിരുന്ന പൊതു അവധി ദിവസമായ ഗാന്ധി നാളത്തേക്ക് മന്ത്രിസഭാ യോഗം മാറ്റിയത്. നാളെ മുഖ്യമന്ത്രിക്ക് മന്ത്രിസഭാ യോഗത്തിലും കാര്യം വിശദീകരിക്കേണ്ടതും വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. പ്രതിപക്ഷം വലിയ ആയുധം. ഒരു കാര്യം കൂടി അരുൺ, ഇതിൽ നടപടിയെടുത്ത് എന്ന് വരുത്തി മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമെങ്കിലും നടക്കും എന്നതായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. സഭാ നടപടികൾ തുടങ്ങുന്നതിന് മുൻപെങ്കിലും അത്തരമൊരു നീക്കം ഉണ്ടാകുമെന്ന് കരുതി. ചിലപ്പോൾ ചുമതലയിൽ നിന്ന് മാറ്റി അത്തരമൊരു തീരുമാനം, അതാണ് CPM-ൽ കൂടുതൽ പേരും അങ്ങനെ ഒരു തീരുമാനത്തോടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിനുള്ള സാധ്യത പോലും അടയുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അങ്ങനെ പൂർണ്ണമായും ആ സാധ്യത തള്ളിക്കളയാനാകില്ല. ഇന്ന് രാത്രിയോ നാളെയോ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടുകയും അതിന്റെ പേരിലുള്ള നടപടി ഉണ്ടാവുകയും ചെയ്തതിനും അത്ഭുതപ്പെടാനില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ട് എന്ന് വേണം പൊതുവിൽ മനസ്സിലാക്കാൻ. പക്ഷേ ആ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. റിപ്പോർട്ടിലെ ഉള്ളടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസ് മേധാവി എന്താണ് റിപ്പോർട്ടിൽ കണ്ടെത്തുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനനുസരിച്ച് മാത്രമേ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കൂ. ഒരു ആരോപണം ഉയർന്നു എന്നതുകൊണ്ട് മാത്രം ഒരു ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിക്കില്ല എന്ന നിലപാടാണ് എല്ലാ കാലത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇത്രയധികം പ്രതിഷേധം ഒരു മുന്നണി ബന്ധം പോലും വഷളാവുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ട് മുഖ്യമന്ത്രി നടപടിയുമായി മുന്നോട്ട് പോകാത്തത് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് വളരെ നിർണായകമാണ്. അത് അധികം വൈകാതെ മുഖ്യമന്ത്രിക്കും പക്ഷേ ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്ന് രാത്രിയോ നാളെ രാവിലെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പോ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭിക്കാനും അതിന് തുടർ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഇന്നത്തെ കൂടിക്കാഴ്ചയിലും എപ്പോഴും പറയുന്നത് പോലെ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്ന മറുപടി മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നിരോധിച്ചത്തെ അറിയിച്ചത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിശ്വസനീയമായ വിവരം. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായേക്കും, ചുമതലയിൽ നിന്ന് മാറ്റുന്ന നടപടിയെങ്കിലും ഉണ്ടാകും എന്ന് ഉറപ്പുവരുന്നു. പക്ഷേ അത് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും എന്നതാണ് VV അരുൺ സൂചിപ്പിക്കുന്നത്. അതിനു മുൻപ് CPIക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. തന്റെ നിലപാട് ആവർത്തിക്കുകയായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ചയിലും. ബിനോയ് വിശ്വവുമായി നടത്തിയ AKG സെന്ററിൽ നടത്തിയ കൂടിക്കാഴ്ചയിലും മുഖ്യമന്ത്രി റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം നടപടിയെന്ന തന്റെ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. അതിനപ്പുറം ഒരു ഉറപ്പ് പോലും CPIക്ക് ലഭിച്ചിട്ടില്ല ഇക്കാര്യത്തിലെന്ന് മനസ്സിലാക്കുന്നു. അതേസമയം DGPയുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഒരുപക്ഷെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. അത് ഇന്നോ നാളെയോ റിപ്പോർട്ട് കിട്ടിയാൽ അതിന് അനുബന്ധിച്ച് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കും എന്ന സൂചനകളുമാണ് VV അരുൺ പങ്കുവച്ചത്.